നമുക്കറിയാം, ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ തിരക്കേറിയൊരു നഗരമാണ് മുംബൈ. ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും നിരവധി വൻകിട വ്യവസായ സ്ഥാപനങ്ങളടക്കം സ്ഥിതി ചെയ്യുന്ന മുംബൈ നഗരത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം എന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീറാമുട്ടിയായ ഒന്നാണ്. ഒരു പരിധിവരെയെങ്കിലും മുംബൈയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ പോന്നതായിരുന്നു അടൽ സേതു കടൽപ്പാലം. ഒറ്റവാക്കിൽ എഞ്ചിനീയറിംഗ് വിസ്മയമെന്ന് വിശേഷിപ്പിക്കാം അടൽ സേതുവിനെ. അത്രയേറെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഉൾക്കൊള്ളുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. രാജ്യത്തെ എഞ്ചിനീയറിംഗ് മികവ് എന്തെന്ന് ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുന്ന അഭിമാന പദ്ധതിയാണിത്. ഏതാണ്ട് 18,000 കോടി രൂപ ചെലവിൽ തന്നെ കടലിടുക്കിനു കുറുകെ മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പാലത്തിന് 21.8 കിലോമീറ്ററാണ് നീളം. ലോകത്തെ തന്നെ ഏറ്റവും നീളമേറിയ 12ാമത്തെ പാലമെന്ന റെക്കോർഡും അടൽ സേതു ഇതിനകം സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഇതിൻ്റെ പൂർത്തീകരണത്തിനായി മുംബൈ കോസ്റ്റൽ റോഡും പണിപ്പുരയിലാണ്. കനത്ത മഴയിൽ റോഡുകളിൽ വലിയ കുഴികൾ രൂപപ്പെടുന്നതിനെ തുടർന്ന് കൂടുതൽ റോഡുകൾ സിമന്റ് ചെയ്തും ടാർ ചെയ്തും കട്ടകൾ വിരിച്ചുമൊക്കെയാണ് ഈ പദ്ധതി പൂർത്തിയാക്കുന്നത്. 6,000 കിലോമീറ്റർ സിമന്റ് റോഡ് നിർമ്മിക്കുന്നതിനായി 36,000 കോടി രൂപ നിലവിൽ കേന്ദ്രം അനുവദിച്ചു കഴിഞ്ഞു. ഇവ കൂടുതൽ കാലത്തേക്ക് നാശനഷ്ടമില്ലാതെ നിലനിൽക്കുന്നത് കണക്കാക്കിയാണ് നടപടി. റോഡ് നിർമ്മാണത്തിലെ പിഴവുകളും ഗുണനിലവാരമില്ലായ്മയും ചർച്ചയാകുന്നതിനിടെയാണ് പുതിയ തീരുമാനം. എന്നാൽ റോഡ് വികസനം മാത്രമല്ല പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ബസ് സ്റ്റേഷനുകളുടെയും ടാക്സി പാർക്കിംഗ് സ്റ്റേഷനുകളുടെയും റെയിൽവേ വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിക്കുന്നതും വശങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങളും അടക്കമുള്ള ബൃഹത് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് 1.5 ലക്ഷം കോടി രൂപയാണ്. 20 വർഷം മുൻപ് മുംബൈയിൽ നിർമ്മിച്ച കോൺക്രീറ്റ് റോഡുകൾ ഇന്നും കേടുപാട് കൂടാതെ നിലനിൽക്കുന്നത് കൂടി കണക്കിലെടുത്താണ് സർക്കാരിൻ്റെ തീരുമാനം. കഴിഞ്ഞ മഴക്കാലത്ത് നഗരത്തിലെ കൂടുതൽ റോഡുകളിൽ കുഴി രൂപപ്പെട്ടതോടെ BMCയുടെ പരിധിയിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ചില റോഡുകൾ സിമന്റ് റോഡുകളാക്കിയിരുന്നു. ഗ്രാമമേഖലകളിലെ റോഡുകളും പുതിയ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം പുതിയതായി നിർമ്മിക്കുന്ന വിമാനത്താവളത്തിൻ്റെ പരിസരങ്ങളിലുള്ള റോഡുകളും മെട്രോ പദ്ധതിക്ക് ചുറ്റുമുള്ള റോഡുകളുമെല്ലാം സിമന്റ് റോഡുകളാണ്. രാജ്യത്ത് സമീപകാലത്ത് നിർമ്മിച്ച പല ദേശീയ പാതകളിലും സിമന്റ് ഉപയോഗിച്ചുള്ള നിർമ്മിതിയാണ്. കുറഞ്ഞത് 30 വർഷത്തിലേറെ ആയുസ്സുള്ളതുകൊണ്ട് സർക്കാരിനും കോൺക്രീറ്റ് റോഡിലേക്ക് മാറുന്നത് ലാഭമാണ്. അങ്ങനെ ഒറ്റ റോഡിലൂടെ കരയിലും വെള്ളത്തിലും ആകാശത്തും യാത്ര ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കും. ഛത്രപതി സംഭാജി മഹാരാജിൻ്റെ സ്മരണാർത്ഥം ധർമ്മവീർ സ്വരാജ് രക്ഷക് ഛത്രപതി സംഭാജി മഹാരാജ് കോസ്റ്റൽ റോഡ് എന്നാണ് ഈ റോഡിൻ്റെ മുഴുവൻ പേര്. മറാത്ത രാജാവായ ഛത്രപതി ശിവജി മഹാരാജിൻ്റെ മകനാണ് സംഭാജി. അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഈ വർഷം മാർച്ച് 11-നാണ് പ്രിൻസസ് സ്ട്രീറ്റ് മേൽപ്പാലം മുതൽ ബാന്ദ്ര വർലി സീ ലിങ്കിൻ്റെ വർലി അവസാനം വരെയുള്ള ഇതിൻ്റെ ആദ്യഘട്ടം തുറന്നിരുന്നത്. 10.58 കിലോമീറ്റർ നീളമുള്ള ഈ പാത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയാണ് ഉദ്ഘാടനം ചെയ്തത്. മുംബൈ തീരദേശ റോഡിൽ പ്രിയദർശിനി പാർക്കിനും മറൈൻ ഡ്രൈവിനും ഇടയിൽ 2 കിലോമീറ്റർ നീളമുള്ള ഇരട്ട തുരങ്കം ഉണ്ടാകും. തുരങ്കങ്ങൾക്ക് 3 വരികൾ വീതവും റോഡിൻ്റെ ശേഷിക്കുന്ന ഭാഗത്ത് ഓരോ കാരിയേജിലെയും 4 വരികളും ഉണ്ടായിരിക്കും. വർലി മുതൽ കാന്തിവാലി വരെയുള്ള മുംബൈ തീരദേശ റോഡ് പദ്ധതിയുടെ 2ാം ഘട്ടം മെയ്യിൽ പൂർത്തിയായിരുന്നു. ദക്ഷിണേന്ത്യയിലെ മറൈൻ ലൈനുകളെ വടക്ക് കാന്തിവാലിയുമായി ബന്ധിപ്പിക്കുന്ന ഈ 8 വരി ടണൽ 29.2 കിലോമീറ്റർ നീളമുള്ള എക്സ്പ്രസ് ഹൈവേയാണ്. പ്രതിദിനം 1,30,000 വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പദ്ധതി പൂർണ്ണമായി പൂർത്തിയാകുമ്പോൾ സൗത്ത് മുംബൈയിലെ നരിമാൻ പോയിന്റ് മുതൽ ബാന്ദ്ര പ്രദേശങ്ങളിലെ കാന്തിവാലി വരെയുള്ള യാത്രാസമയം 2 മണിക്കൂറിൽ നിന്ന് 40 മിനിറ്റിൽ താഴെയായി കുറയും. എന്നാൽ നിലവിൽ നിർമ്മാണം പൂർത്തിയായ ചിലയിടങ്ങളിൽ വിള്ളൽ കണ്ടത് സർക്കാരിനെയും വെട്ടിലാക്കിയിരുന്നു. ഇനി അങ്ങനെയായിരിക്കില്ല കാര്യങ്ങൾ. നിർമ്മാണം പൂർത്തിയാക്കി 5 വർഷത്തിനുള്ളിൽ റോഡിന് നാശനഷ്ടമുണ്ടായാൽ കരാറുകാരനിൽ പദ്ധതി തുക തിരിച്ചുപിടിക്കാനും പദ്ധതിയുണ്ട്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ അത്യാധുനിക പാതയായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷ.